കുമാർ ചെല്ലപ്പൻ സാർ ദേശീയ തലത്തിൽ തന്നെ വൈറലാണ്. അങ്ങയുടെ ഒരു പ്രയോഗം ഉണ്ടല്ലോ, ലീഡർ ഓഫ് ഒപ്പോസിഷൻ രാഹുൽ ഗാന്ധി LOP എന്ന് പറഞ്ഞാൽ ലീഡർ ഓഫ് ഒപ്പോസിഷൻ അല്ല, ലവർ ഓഫ് പട്ടായ ആണ് എന്ന് പറഞ്ഞത് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് ആളുകൾ കോട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു ഒരു കമൻ്റാണ്, എന്താണ് ഇയാളെക്കുറിച്ചല്ലേ നമ്മുടെ കുമാർ ചെല്ലപ്പൻ സാർ പറഞ്ഞത് ലവർ ഓഫ് പട്ടായ. അത് വലിയ തരംഗമായി മാറുകയാണ്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നത് ആരാണ് ഈ കുമാർ ചെല്ലപ്പൻ സാർ? നമ്മുടെ ചാനലിലും കുമാർ സാർ വന്നിട്ട് ഇപ്പോൾ 2-3 മാസമാവുന്നു. ഒരുപാട് വീഡിയോസ് കണ്ടു. നമുക്ക് സാറിന് ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ആൾ ഇപ്പോൾ കുമാർ ചെല്ലപ്പൻ സാറാണ്. കുമാർ ചെല്ലപ്പൻ സാർ ആണ്. അപ്പോൾ എന്നോട് ചോദിക്കും, ഒരു ദിവസം കണ്ടില്ലെങ്കിൽ എവിടെയാണെന്ന് ചോദിക്കും. വളരെ സരസമായി കാര്യങ്ങൾ പറയും, വളരെ ആധികാരികമായി അനുഭവത്തിൽ നിന്ന് പറയും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കുമാർ ചെല്ലപ്പൻ സാറിൻ്റെ മൊബൈൽ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അദ്ദേഹത്തിന് മെസ്സേജൊക്കെ അയക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ പേര് എന്തൊക്കെയാണെന്നറിയോ? ഒന്ന് ഞാൻ പറയാം, തള്ളല്ല ഉള്ളതാണ്, ഞാൻ നേരിട്ട് കണ്ടു പറയുകയാണ്. ദ്രൗപദി മുർമു, CP രാധാകൃഷ്ണൻ, ഇന്ത്യൻ വൈസ് പ്രസിഡന്റ്, ഇന്ത്യയുടെ രാഷ്ട്രപതി, സുബ്രഹ്മണ്യൻ സ്വാമി, ഇങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രമുഖരായ ആളുകളുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു പേര് ഞാൻ മറന്നുപോയി, ജയലളിത, തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന ജയലളിതയുടെ പെറ്റായിരുന്ന ഏറ്റവും വിശ്വസ്തനായ മാധ്യമപ്രവർത്തകൻ. അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തികളുമായി ബന്ധമുണ്ടായിരുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്, ഇപ്പോഴും ബന്ധമുള്ള മാധ്യമപ്രവർത്തകനാണ് കുമാർ ചെല്ലപ്പൻ സാർ. അതുമാത്രമല്ല, അദ്ദേഹം ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്ററിൽ ജോലി ചെയ്തിട്ടുണ്ട്, ദൂരദർശനിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഏഷ്യാനെറ്റിൽ ജോലി ചെയ്തിട്ടുണ്ട്, പയനിയറിൽ ദീർഘകാലം ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയാണ് കുമാർ ചെല്ലപ്പൻ സാർ. ഇദ്ദേഹത്തെ പക്ഷേ അധികം പേർക്ക്, കേരളത്തിലെ പ്രേക്ഷകർക്ക് അങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു. നമ്മുടെ ചാനലിൽ വന്നതിന് ശേഷമാണ് സാറിനെ ഇങ്ങനെ ഒരു വലിയ പ്രതിഭ, ഒരു അറിവിൻ്റെ എൻസൈക്ലോപീഡിയ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് ആരും മറിച്ച് നോക്കാതെ, ആരും അറിയാതെ ഇരിക്കുകയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യ ലൈവിലൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുത്തു. കുമാർ ചെല്ലപ്പൻ സാറിനെ ഒന്ന് പേഴ്സണലി പരിചയപ്പെടണമെന്ന് ഒരുപാട് പ്രേക്ഷകർക്ക് ആഗ്രഹമുണ്ട്. സാർ, ഈ മാധ്യമ പ്രവർത്തനം ആരംഭിക്കുന്നത് എന്നാണ്, എവിടെയാണ്? ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, അതല്ലെങ്കിൽ ഈ മീഡിയയിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് അഭിമുഖം നടത്താനായിട്ടുള്ള പ്രധാന കാരണം സുനിൽ ഒരാളാണ്. അത് ഞാനാണ്, അതുകൊണ്ടാണല്ലോ ഞാൻ സുനിലിനെ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്താറുണ്ട്. സുനിൽ ആ വിഷയം ചെയ്യണോട്ടോ, ഈ വിഷയം ചെയ്യണോട്ടോ. നിങ്ങൾ അറിയണം പ്രേക്ഷകരെ, എനിക്ക് വിളിച്ചിട്ട് എനിക്ക് ഒരുപാട് ടിപ്സ് തരുന്ന ആളായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു, ഈ ടിപ്സ് ഒന്നും തന്നാൽ പോരാ, എന്നെക്കൊണ്ട് ഇത് പറയിപ്പിക്കണ്ട, സാറ് വരണം. വരത്തില്ലായിരുന്നു. അവസാനം ഞാൻ ഒരു ആഭിചാരമൊക്കെ നടത്തി കൊണ്ടുവന്നതാണ്, വശീകരിച്ച് ആവാഹിച്ച് നമ്മുടെ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നതാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, എനിക്ക് വലിയ സന്തോഷമുള്ളത്, ഇത്രമാത്രം അറിവുള്ള, രാഷ്ട്രീയ വിജ്ഞാനമുള്ള, വസ്തുതകളെ നിരീക്ഷിച്ച് അപഗ്രഥിച്ച് പറയാൻ കഴിവുള്ള ഒരാളെ കേരളത്തിലെ മാധ്യമങ്ങൾ കണ്ടെത്താൻ വൈകിപ്പോയി എന്നത് കേരളത്തിലെ പ്രേക്ഷകർക്ക്, മാധ്യമങ്ങൾക്കുള്ളൊരു വലിയ നഷ്ടമാണ്. ആ നഷ്ടം നികത്താനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. സാറിൻ്റെ സ്ഥലം എവിടെയാണ്, സ്വന്തം സ്ഥലം? ഞാൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ അങ്കമാലിയിലാണ്, പാവപ്പെട്ട വീട്ടിൽ. എൻ്റെ അച്ഛൻ പെരുമ്പാവൂർ ട്രാവൻകൂർ അയോൺസിലെ ഒരു ജീവനക്കാരനായിരുന്നു. അപ്പോൾ എൻ്റെ 3ാം ക്ലാസ് വരെ ഞാൻ അങ്കമാലിയിലാണ് പഠിച്ചത്, ചാക്കരപ്പറമ്പ് LP സ്കൂളിൽ. പിന്നെ 3ാം ക്ലാസ് ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ ഇവിടെ പെരുമ്പാവൂർ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് താമസം മാറ്റി. 3ാം ക്ലാസ് തൊട്ട് ഞാൻ പെരുമ്പാവൂരാണ് പഠിച്ചത്, ഗവൺമെൻറ് ബോയ്സ് സ്കൂളിൽ, മലയാളം മീഡിയം, സാധാരണ ഒരു ഇത് വെച്ചിട്ട്. ഞാൻ പഠിക്കാനൊന്നും അത്ര മിടുക്കനായിരുന്നില്ല. ഐ വാസ് ത്രൂ ഔട്ട് മൈ അക്കാദമിക് കരിയർ ഞാനൊരു ബിലോ ആവറേജ് IQ ഉള്ള, ഒരു ബിലോ ആവറേജ് കേപ്പബിലിറ്റി ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. തോറ്റിട്ടില്ല, പാസ്സാവും. കഷ്ടി, എന്താ പറയുക, ജനതാ IQ എന്ന് പറഞ്ഞത് ഞാൻ സമ്മതിക്കത്തില്ല, ആളൊരു കുറുക്കനാണ്. അങ്ങനെ 10ാം ക്ലാസ് പാസ്സായി. അപ്പോൾ എനിക്കങ്ങനെ പ്രത്യേകിച്ച് ജീവിതത്തിൽ വലിയ ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കാരണം ഒരു തല്ലിക്കൂട്ടി എന്നെ കാലടി ശ്രീശങ്കരായ കോളേജിൽ കൊണ്ട് ചേർത്ത്, ഫസ്റ്റ് ഗ്രൂപ്പ് പഠിപ്പിച്ച്. അപ്പോൾ എനിക്ക് ഏറ്റവും വിഷമമുള്ള വിഷയം സയൻസ് ആയിരുന്നു. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇതൊന്നും എനിക്ക് തലയിൽ കയറില്ല. അപ്പോൾ എനിക്ക് ഈ കഥ വായിക്കാനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു, സോഷ്യോളജി, അങ്ങനെ നോവൽ, ചെറുകഥയൊക്കെ വായിക്കാൻ. പെരുമ്പാവൂർ മുനിസിപ്പൽ ലൈബ്രറിയിലുള്ള ഒരുമാതിരി പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു. പക്ഷെ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രി ഫിസിക്സ്, ഫസ്റ്റ് കെമിസ്ട്രി, മാത്സ്, ഇത് 3ആയിരുന്നു. അത് പാസ്സായി കഴിഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞു, അപ്പോൾ എന്നെ പഠിപ്പിച്ചൊരു ടീച്ചർ പറഞ്ഞു, നിങ്ങൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്ലാസ്സിന് വരണം, BA ലിറ്ററേച്ചറിന് ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും, എന്താണെങ്കിലും നിങ്ങൾ വരണം കേട്ടോ എന്ന് പറഞ്ഞു.
ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്ലൈ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് ലിറ്ററേച്ചറിന് ചേരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ കാരണം ഒരു നത്തിങ് ഡൂയിങ്, പഠിക്കുകയാണെങ്കിൽ കെമിസ്ട്രി പഠിച്ചാൽ മതി. അദ്ദേഹം ജോലി ചെയ്തിരുന്നില്ല കമ്പനിയിൽ, കെമിസ്ട്രി പാസ്സായി കഴിഞ്ഞാൽ കെമിസ്റ്റായിട്ട് ജോലി കിട്ടും. അപ്പോൾ അതാണ് ഭാവി സേഫാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പോയി കെമിസ്ട്രി പഠിച്ചു. എല്ലാവരും പഠിക്കണം, ഞാനും പഠിക്കണം. അപ്പം എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും മോശം പഠിക്കുന്ന കുട്ടി ഞാനായിരുന്നു. പക്ഷേ ഞാൻ പാസ്സായി. മൂന്നാമത്തെ പാസ്സായി. എൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ ഗതികേടെന്ന് എഴുതിയാൽ മതി, എനിക്ക് ബാബ ആറ്റമിക് റിസർച്ച് സെൻ്ററിൽ റിസർച്ച് സ്കോളറായിട്ട് എടുത്തു തന്നെ അവർ. അത് ശരി. റേഡിയോ അംഗീകാരമാണല്ലോ, വലിയ അംഗീകാരമാണല്ലോ. അതൊരു വലിയ അംഗീകാരമാണ്. എങ്ങനെ കിട്ടിയത് എനിക്കറിയാൻ പാടില്ല. ഞാൻ ചോദിച്ച ചോദ്യത്തിനൊക്കെ കണ്ട് 2 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞുള്ളൂ, ബാക്കിയൊക്കെ ബ്ലഫ് ചെയ്തു, എനിക്കറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ഒരാൾ, ഡോക്ടർ ചൈതന്യമോയി ഗാംഗുലി എന്ന് പറഞ്ഞ ആളുണ്ട്, അയാളെ കണ്ടു. ഞാൻ പത്രപ്രവർത്തകനായിരുന്നു ഇപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ എന്നെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു BRCയിൽ ഞാൻ വന്നപ്പോൾ റിസർച്ച് സ്കോളറായിട്ട് 1979-80. അപ്പോൾ അദ്ദേഹം കുറേ കമ്മിറ്റിയിലിരുന്നു പറഞ്ഞു വന്നപ്പോൾ അങ്ങേർക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, സാർ എന്താ എന്നെ സെലക്ട് ചെയ്തത്? ഞാൻ അത്ര നല്ല പെർഫോമൻസ് ഒന്നും അല്ലായിരുന്നില്ല, ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടില്ല. നോ യുവർ പെർഫോമൻസ് വാസ് ബാഡ് ബട്ട് അതേഴ്സ് പെർഫോമൻസ് വാസ് വേഴ്സ്റ്റ്. ഇന്നലെ ഒരാൾ പറയുന്നുണ്ട്, അതായത് തെംസ് നദിയിൽ വീണാൽ അതെന്താ ആക്സിഡന്റ്, അതിൽ നിന്ന് പിടിച്ചു പോയി കലാമിറ്റിയോ അതല്ലെങ്കിൽ ഡിസാസ്റ്റർ ആയിരിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ അവിടെ 5 വർഷം വർക്ക് ചെയ്തു, ന്യൂക്ലിയർ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലാണ്. എൻ്റെ പേരിലൊരു ഇന്റർനാഷണൽ ജേർണലിൽ പേപ്പറൊക്കെ ഉണ്ട് കേട്ടോ. പ്ലൂട്ടോണിയം അനാലിസിസ് നടത്തുന്ന എങ്ങനെയാണ് അത്, അതിൻ്റെ ഒരു പ്രൊസീജിയർ ഞങ്ങൾ ഉണ്ടാക്കിയത്. എൻ്റെ ബോസ് ഉണ്ടായിരുന്നു, ഡോക്ടർ GM നായർ, തിരുവനന്തപുരത്തുകാരനാണ്. ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അനലിറ്റിക്കൽ കെമിസ്റ്റാണ് അദ്ദേഹം കൂടി ചെയ്ത വർക്ക്, അദ്ദേഹത്തിൻ്റെ സൂപ്പർവിഷനിൽ ഞാൻ ചെയ്ത വർക്ക്. ഞാൻ എന്തൊക്കെയോ തട്ടിക്കൂട്ടി ചെയ്ത് ഒക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹം മോഡിഫൈ ചെയ്ത് റേഡിയോ കെമിക്ക അക്റ്റ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ മാസികയിൽ അത് എൻ്റെ പേരിൽ പബ്ലിഷ്ഡായി. പക്ഷേ ആ പേപ്പർ പബ്ലിഷ് ആവണതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ എന്നെ അദ്ദേഹത്തിൻ്റെ ലാബിൽ നിന്ന് മാറ്റി വേറൊരു ലാബിലേക്ക് മാറ്റി. ഐ ലോസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ വർക്കിംഗ്. അപ്പോഴാണ് ഞാൻ ഈ 83-84 ഒരു ദൂരദർശൻ കേന്ദ്രത്തിലേക്ക് ഒരു പരീക്ഷ നടത്തിയിരുന്നു അവർ, ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവിനെ. അതിനിടയ്ക്ക് ഈ ബാർക്കിലെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ആരും മോഹിക്കുന്ന ജോലിയാണ്. അതെ, അത് വേണ്ടാന്ന് വെക്കുന്നത്. എൻ്റെ സുനിൽ, എനിക്ക് കെമിസ്ട്രി ഫിസിക്സ് ഒന്നും പഠിച്ച തലയെ കുറവില്ല, ബോധം. ഞാൻ ഈ പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കാൻ എന്നെ കൊണ്ട് കൊള്ളുള്ളൂ. രാഷ്ട്രീയത്തിൽ ആരൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന്. അന്ന് തൊട്ട് എനിക്ക് പൊളിറ്റിക്സിലേക്ക് പല ആൾക്കാരായിട്ട് ഞാൻ പരിചയപ്പെടണപ്പോഴാണ്. ഈ സുബ്രഹ്മണ്യ സ്വാമിക്കായിട്ട് അന്ന് നല്ല പരിചയമായിരുന്നു എനിക്ക്. സുബ്രഹ്മണ്യ സ്വാമി അന്ന് ബോംബെ ഞങ്ങളുടെ BARC ഉള്ള മണ്ഡലത്തിനെ പ്രതിനിധീകരിച്ചത്. അപ്പോൾ ഒരു വേദിയിൽ വെച്ചായിട്ട് സ്വാമിയാണ് വഴി പിടിപ്പിച്ചത് എന്ന് പറയാം. അല്ല, ഞാനിപ്പോൾ വലിയ അത്ഭുതമാണ്, ഒരു സയൻറ്റിസ്റ്റ് മാധ്യമപ്രവർത്തകനായി മാറി ആ ജോലി വിട്ടിട്ട് ബാർക്കിലെ ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്ററിലെ ജോലി വിട്ടിട്ട് മാധ്യമപ്രവർത്തനത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സ്ട്രെയിഞ്ച് ആയ ഒരു സ്റ്റോറിയാണ്. അതെ, അത് സാധാരണ ആരും ചെയ്യാത്ത കാര്യമാണ്. കാരണം രാവിലെ 8 മണിക്ക് കാർ വരും, ഓഫീസ് കാർ വരും, വൈകുന്നേരം 5 മണിക്ക് ഓഫീസിൽ നിന്ന് കാറിൽ കൊണ്ടാക്കും വീട്ടിൽ, അല്ലെ ഓഫീസ് ബസ്സുണ്ട് അതിൽ കൊണ്ടാക്കും. അങ്ങനെ വളർന്ന് അങ്ങനെ ജീവിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ വിവാഹം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ദൂരദർശനിൽ ജോലി കിട്ടിയത്. അപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഈ BARC ജോലി വിടണതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ലെറ്റ് ഹർ ബി ഹാപ്പി. കാരണം കേരളത്തിലാണ് കിട്ടിയത്, തിരുവനന്തപുരം ദൂരദർശനിലാണ് കിട്ടിയത്. തിരുവനന്തപുരം ദൂരദർശനിൽ ആദ്യമായിട്ട് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായിട്ട് ജോയിൻ ചെയ്യണം ഞാൻ. അന്ന് കുഞ്ഞികൃഷ്ണനായിരുന്നു സ്റ്റേഷൻ ഡയറക്ടർ. ആൻഡ് ഹി എൻകറേജ്ഡ് മീ ലോട്ട്. കുറേ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ എന്നെ ഇൻസ്പയർ ചെയ്തു. അങ്ങനെ ഞാൻ കഴക്കൂട്ടം സൈനിക് സ്കൂളിനെ കുറിച്ച് ഡോക്യുമെൻ്ററി ചെയ്തു. ചേർന്ന് മാസങ്ങൾക്കുള്ളിൽ അത് ഡൽഹി ദൂരദർശൻ അവരുടെ നാഷണൽ നെറ്റ്വർക്കിൽ കാണിച്ചു. അതൊരു വലിയ അംഗീകാരമായിരുന്നു. അപ്പം എനിക്ക് തോന്നി, ചേട്ടാ ഇത് കൊള്ളാമല്ലോ, ഇത് സംഗതി മോശമല്ല. അപ്പോൾ അങ്ങനെ കുറേ പ്രോഗ്രാംസ് എല്ലാം ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഈ ഗവൺമെൻറ് ഓഫീസസിലും കാലുവാരലും പിന്നെ നന്നായിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. സോ 92-93 ഞാൻ ട്രാൻസ്ഫറിന് അപേക്ഷിച്ചു ഓൾ ഇന്ത്യ റേഡിയോ കൊച്ചിയിലേക്ക്.
അവിടെ അതൊന്ന് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്, അതെ. അപ്പോൾ അങ്ങനെ മിനിസ്ട്രിയുടെ അവിടേക്ക് കീഴിലാണ്. ട്രാൻസ്ഫർ ചെയ്തു എന്നെ. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ, കൊച്ചിയിൽ വന്നപ്പോൾ അവിടെ സ്റ്റേഷൻ ഡയറക്ടർ ഒരു ഐസക് ആയിരുന്നു, പിന്നെ ഒരു കുര്യനുണ്ടായിരുന്നു, ഫാം റേഡിയോ റിപ്പോർട്ടർ. ഈ കുര്യനാണ് സർവാധികാരിയായിട്ടിരുന്നത്. ഐസക് വല്ലപ്പോഴേക്കേ വരുള്ളൂ. അയാളുടെ വീട് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നല്ല ക്രിസ്ത്യൻ ഫനാറ്റിക്സ് ആണ്. ഞാൻ അങ്ങനെയാണ് ഇവന്മാരുടെ ഈ ഇത്ര ക്രിസ്തുമത മതഭ്രാന്തന്മാരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോഴാണ്. അപ്പോൾ ഈ രാമചരിത മാനസ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം അന്ന് ആകാശവാണി ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 തൊട്ട് 7:45 വരെ. അപ്പോൾ ഇയാൾ ഈ കോൺഗ്രസ്സുകാരുടെ എന്തെങ്കിലും സമ്മേളനം അതല്ലെങ്കിൽ ഇതൊക്കെ വരുമ്പോൾ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം കട്ട് ചെയ്യുന്ന പ്രോഗ്രാം ഈ രാമചരിത മാനസ്. അന്ന് ടെലികാസ്റ്റ് ചെയ്യില്ല, ബ്രോഡ്കാസ്റ്റ് ചെയ്യില്ല രാമചരിത മാനസ്. ഇതെല്ലാം കണ്ട് പിന്നെ അവിടെയുള്ള ക്രൈസ്തവ സഹോദരന്മാർ ഇവരും തമ്മിലുള്ള ആക്സസ്, ഇവർക്ക് എന്നോട് ഭയങ്കര ദേഷ്യം. ഇയാൾ BARC ദൂരദർശനിൽ വന്നു, ദൂരദർശനിൽ നിന്ന് തിരിച്ച് ഓൾ ഇന്ത്യയിൽ വന്നു. എന്താ അയാളുടെ ടാർഗറ്റ് എന്നുള്ളത് അവർക്ക് ഭയങ്കര സംശയമായിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമയോ അല്ലെങ്കിൽ നാടകമോ അതിൻ്റെ ഒന്നും അതോറിറ്റി ഒന്നും ആയിരുന്നില്ല. പക്ഷേ എന്നിൽ ഏൽപ്പിക്കുന്ന ജോലി ഞാൻ മര്യാദയ്ക്ക് ചെയ്യും. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഐ ഹാഡ് ടു ഫേസ് എ ലോട്ട് ഓഫ് പ്രോബ്ലം. ഐ റിസൈൻഡ് ദാറ്റ് ജോബ്. ലക്കിലി ഐ ഗോട്ട് എ ജോബ് ഇൻ ഇന്ത്യൻ എക്സ്പ്രസ്. അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് അല്ല, ഇന്ത്യൻ എക്സ്പ്രസ് ഗ്രൂപ്പിന്റെ ഒറ്റപത്രം. ഇന്ത്യൻ എക്സ്പ്രസ്സിലും കൊച്ചിയിലും. അപ്പോൾ എന്നെ അപ്പോയിൻറ്റ് ചെയ്ത് വിവേക് ഗോയങ്കയാണ്, ഇപ്പോഴത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ചെയർമാൻ. അങ്ങനെ അവർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ കോഴിക്കോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എനിക്ക് പ്രശ്നമൊന്നുമില്ല, സ്പോർട്സ് ഡെസ്കിലാണ്. ജീവിതത്തിൽ ഒരു പന്ത് പോലും തട്ടിയിട്ടില്ല. ഇപ്പോൾ സുനിലിൻ്റെ അടുത്ത് ഞാൻ ഫുട്ബോളിനെ പറ്റി പറയുമ്പോൾ സുനിൽ പറയണം ഓടും. ഞാനും ഏത് ബീറ്റും ഞാൻ പത്രപ്രവർത്തനം നോക്കും, സ്പോർട്സ് മാത്രം എനിക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ സ്പോർട്സ് ബീറ്റ് കവർ ചെയ്തു. പിന്നെ വീണ്ടും കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. കൊച്ചിയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനിവിടെ വെച്ചൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഉണ്ട്, കൃഷ്ണൻ, അയാളെ പരിചയപ്പെട്ടു. അപ്പോൾ അയാളെൻ്റെ ദൂരദർശൻ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു സീരീസ് ഓഫ് പ്രോഗ്രാംസ് ചെയ്യാം ദൂരദർശനിൽ. ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലീവ് എടുക്കണം. ലീവ് അത്രയും ദിവസം കിട്ടില്ല. ഞാൻ എക്സ്പ്രസ്സിലെ ജോലി റിസൈൻ ചെയ്തു. എത്രാമത്തെ? 4ാമത്തെ. ദെൻ ഞങ്ങൾ ഒരു ബിസിനസ് ടൈം എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തു. ഇറ്റ് വാസ് വെരി പോപ്പുലർ. 19 എപ്പിസോഡൊക്കെ 20 എപ്പിസോഡൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മടുത്തു അത്. ദെൻ ഐ ഗോട്ട് എ ജോബ് ഇൻ ഏഷ്യാനെറ്റിൻ്റെ മദ്രാസ് ബ്യൂറോ ചീഫായിട്ട്. അന്ന് ശശികുമാറാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. അയാളാണ് എന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ഏഷ്യാനെറ്റിൽ ചിലർക്കുണ്ട് നീലൻ ഇങ്ങനെയൊക്കെയുള്ള കുറേ കേസുകെട്ടുകളുണ്ട്. അവർക്കൊക്കെ എന്നോടെന്തോ ദേഷ്യം. ഞാൻ അവർ മുഖാന്തരം അല്ലല്ലോ പോയത്. അവർക്കൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാരാണ് അവരൊക്കെ. അവിടെ ചെന്ന് 98 മദ്രാസിൽ ജോയിൻ ചെയ്തു ഏഷ്യാനെറ്റിൽ. ഞാൻ അവിടെയുള്ള സീനിയർ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഉണ്ട്, അവരെ പോയി നേരിട്ട് കണ്ട് പരിചയപ്പെട്ടു. സി സുബ്രഹ്മണ്യം, മരകതം ചന്ദ്രശേഖർ, മൂപ്പനാർ, ദെൻ അതുപോലെ അങ്ങനെ അന്ന് ജയലളിത പ്രതിപക്ഷത്തായിരുന്നു. ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് ജയലളിതനെ പരിചയപ്പെട്ടു. ഞാൻ പോയി വിഷ് ചെയ്തു. ഞാൻ പറഞ്ഞു, മാഡം ഞാനിങ്ങനെ ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറാണ്, പുതിയ റിപ്പോർട്ടറാണ്, ഐ സീക്ക് യുവർ ബ്ലെസ്സിങ്സ്. എനിക്കത് വലിയ നാണക്കേടായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. അവരോട് അതിനെന്താ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്, വി വിൽ മീറ്റ് ഓൺ. എന്നിട്ട് അവർ സെക്രട്ടറിനെ വിളിച്ചോണ്ട് എന്ത് പ്രസ് മീറ്റ് ഉണ്ടെങ്കിലും ഉടനെ കുമാറിനെ കൂടി അറിയിക്കണം. കാർഡ് അവർ മേടിച്ചു വെച്ചു. യൂസ് ടു ബി കോൾഡ് ഫോർ ഓൾ പ്രസ് മീറ്റ്സ്. എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ലെങ്കിൽ ചോദിക്കും, ഇതെന്താ ഒന്നും ചോദിക്കണില്ലേ, വൈ ആറന്റ് യു ആസ്കിങ് മീ എനി ക്വസ്റ്റ്യൻസ്. അല്ല, അതൊരു വലിയ ഗുരുത്വമാണ്. സാധാരണ ഒരു റിപ്പോർട്ടർ വന്നാൽ ഒരിടത്ത് ചെന്നിട്ട്, ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിൻ്റെ അടുത്ത് ചെന്നിട്ട്, ജയലളിത ചെന്നിട്ട്, പോലെയുള്ള ഒരാളുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് അനുഗ്രഹങ്ങൾ വേണം എന്നൊന്നും പറയുന്നൊരു ശീലമൊന്നും ഇല്ല പൊതുവിൽ. ഇവരുടേതായി പല പത്രക്കാരെയും ഞാൻ കണ്ടെങ്കിൽ അവരൊക്കെ ഭയങ്കര ധാർഷ്ട്യത്തോട് പെരുമാറ്റമാണ്. എത്രയാണെങ്കിലും ഒരു കാര്യമുണ്ട്, ആയമ്മേൻ്റെ എത്ര പോലെ ഇംഗ്ലീഷ് സംസാരിക്കാനോ ഹിന്ദി സംസാരിക്കാനോ നമുക്ക് പറ്റില്ല. അവർ വാക്കുകൾക്ക് വേണ്ടി ഒരിക്കലും സെർച്ച് ചെയ്യാറില്ല. അതൊരു ഗംഗാനദി ഒഴുകി വരണ പോലെ അവരുടെ നാക്കും തുമ്പത്ത് ഭയങ്കര അറിവാണ് ആയമ്മയ്ക്ക്. ദെൻ അവർ പിന്നെ 98 എന്താ പറയുക, പ്രതിപക്ഷ നേതാവായിരുന്നു. ഈ 2001 ഇലക്ഷനിൽ അവർ ജയിക്കും എന്നുള്ള വിവരം
ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞത് ഞാനാണ്. അപ്പോൾ അന്ന് ചാനലുകളുടെ എണ്ണം തീരെ കുറവാണ്. വളരെ മലയാളത്തിൽ തന്നെ ഏഷ്യാനെറ്റ് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ദൂരദർശൻ കൈരളിക്ക് പിന്നെ ആ സമയത്ത് വന്നോന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ വളരെ കോംപ്രിഹെൻസീവായിട്ട് കവർ ചെയ്തു. ഞാൻ ഇപ്പം എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, നിങ്ങൾ എന്തിനാ ജയലളിതനെ ഇത്രമാത്രം പ്രൊമോട്ട് ചെയ്യണേ എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഷീ ദ ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ ആൻഡ് ഷീ ഈസ് ഗോയിങ് ടു വിൻ ദി ഇലക്ഷൻ. അതുപോലെ TNCC പ്രസിഡന്റ് അന്ന് ഞാൻ ചെല്ലുമ്പോൾ ഒരു സുബ്രഹ്മണ്യമായിരുന്നു, MP സുബ്രഹ്മണ്യത്തിനെ ഞാൻ പോയി കണ്ട് പരിചയപ്പെട്ടു. മൂപ്പനാറിനെ ഞാൻ അന്ന് കണ്ട് പരിചയപ്പെട്ടു. അപ്പം മൂപ്പനാരെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ ഏഷ്യാനെറ്റ് കുട്ടി എங்கே இருக்க കുട്ടി VK മാധവൻകുട്ടി എന്ന ഏഷ്യാനെറ്റിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ദെൻ അങ്ങനെ ഒരു മാധവൻകുട്ടി സാറ് അവിടെ ചെന്നൈയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, സാറിനല്ല മൂപ്പനാരെ അന്വേഷിക്കണ്ട കേട്ടോ. 2-3 തവണ എന്നെ കണ്ടപ്പോൾ ചോദിച്ചു, കുട്ടി എവിടെ. മൂപ്പനാർ ഇസ് എ ഗുഡ് ഫ്രണ്ട്, ഇതാ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ തമ്മിലുള്ള ഈ സൗഹൃദം എങ്ങനെയാണെന്ന് ചോദിച്ചു. ഇവിടെ പറഞ്ഞു, മൂപ്പനാർ 96 പ്രധാനമന്ത്രിയാവേണ്ടതായിരുന്നു. അപ്പോൾ ആരോപിച്ചത് കരുണാനിധിയും ചിദംബരവും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ അത് 2001 തെരഞ്ഞെടുപ്പിൽ ജയലളിത അധികാരത്തിൽ വന്ന് ജയിച്ച്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഞങ്ങളെ കുറച്ച് 4-5 പത്രക്കാരെ പുറത്ത് നിൽക്കുകയായിരുന്നു ഈ ജയലളിതയുടെ വീടിന് മുമ്പിൽ വേദം നിലയത്തിൽ. അപ്പോൾ അവരകത്തേക്ക് വിളിച്ചു. ചെങ്കോട്ടയിൽ എന്ന് പറഞ്ഞ മന്ത്രി അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി. അപ്പം ഞാൻ അവരെ കണ്ടപ്പോൾ പറഞ്ഞു, മാഡം ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾക്കിത് അർഹിക്കുന്ന വിജയമാണ് നിങ്ങൾ നേടിയത്. DMK തവിട് പിടിയായില്ലായിരുന്നു തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അന്ന് ഞാൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ഫിനിക്സ് പക്ഷിയുടെ ഉയർത്തെഴുന്നേൽപ്പിനെ അനുസ്മരിപ്പിക്കുന്ന വിജയമാണ് ജയലളിതയുടെ എന്നൊക്കെയുള്ളത്. അവരറിയും. അപ്പോൾ അവരെക്കുറിച്ചിട്ടുള്ള പത്രങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ TV ചാനൽസ് റിപ്പോർട്ട് ചെയ്യണ മുഴുവൻ അവരെഴുതും. അവരെക്കുറിച്ച് മോശമായിട്ടുണ്ടെങ്കിൽ അവൻ്റെ മണ്ടം കീറും അവരവന്. ഞാൻ പക്ഷെ പേടിച്ചിട്ടല്ല കേട്ടോ, ഞാൻ ഫാക്ട്സ് മാത്രമേ എഴുതിയുള്ളൂ. അവരെനിക്ക് പ്രത്യേകമായിട്ട് ലഡ്ഡു ഒക്കെ എടുത്ത് തന്നു, എന്നിട്ട് കഴിക്കാനായിട്ട് സ്വീറ്റ്സ് എല്ലാവർക്കും കൊടുത്തപ്പോൾ അവർ നേരിട്ട് ലഡ്ഡു എടുത്ത് തരികയൊക്കെ ചെയ്തു. വെരി വെരി നൈസ് ടു മീ. ദെൻ ഈ EVK ഇളങ്കോവൻ TNCC പ്രസിഡന്റ്, എടപ്പാടി പഴനിസ്വാമി. ദെൻ ദർ വാസ് ദാറ്റ് ഒരു വേറൊരു രാമമൂർത്തി ഉണ്ടായിരുന്നു, ദിണ്ടിവനം രാമമൂർത്തി, വാഴപ്പാടി രാമമൂർത്തി. അപ്പോൾ ഇത് കാർത്തികല്ലേ നമ്മുടെ ക്യാമറാമാൻ, കാർത്തികൊക്കെ എന്താ പറയുക, ഇത് കണ്ടിട്ട് പലപ്പോഴും ചിരിക്കാറുണ്ട്. കാരണം തമിഴ്നാട്ടിലുള്ള പത്രക്കാർക്ക് കിട്ടാത്ത പ്രിഫറൻസാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഞാൻ ചെല്ലാൻ വൈകുന്ന അറിഞ്ഞിട്ട് പത്രസമ്മേളനം ഹോൾഡ് ബാക്ക് ചെയ്ത ആൾക്കാരുണ്ട്. ഈ EVK ഇളങ്കോവൻ, അതേപോലെ സുബ്രഹ്മണ്യ സ്വാമി, കില്ലറ്റ് കുമാർ കം, ദെൻ വി വിൽ സ്റ്റാർട്ട് പ്രസ് മീറ്റ്. 15 മിനിറ്റ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട് അവർ. ഐ എം നോബഡി. പക്ഷെ നമ്മൾ പെരുമാറുന്ന രീതി, നമ്മൾ അവരെ ബഹുമാനിക്കുന്ന രീതിയാണ്. ഇവരുടെ ആരുടെയും ചായ ഒന്നും മേടിച്ചു കുടിച്ചിട്ടല്ല നമ്മൾ ഇവരെ ഒന്നും പുകഴ്ത്തിയിട്ട് എഴുതിയിട്ടല്ല. പക്ഷെ നമ്മുടെ ഈ CPRനെയും നമ്മുടെ രാഷ്ട്രപതി ആവുന്നതിന് മുമ്പ് ദ്രൗപദി മുർമുവിനെയൊക്കെ പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? ദ്രൗപദി മുർമുവിനെ അവർ ഗവർണർ ആവണതിന് മുമ്പ് ഞാൻ പരിചയപ്പെട്ടിരുന്നു. ഗവർണർ ആവണതിന് മുമ്പ് അവർ മറ്റേ ഛത്തീസ്ഗഡോ എന്തോ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു. അതിന് മുമ്പ് പരിചയപ്പെട്ടു. ഒരു എന്താ പറയുക, നേരിട്ടുള്ള ഒരു അവർ പക്ഷെ ഒരു പ്രത്യേക ഇതൊന്നും വിട്ടില്ല. പക്ഷെ അവർ ഞാനിപ്പോൾ ഫോൺ ചെയ്താലും സംസാരിക്കും. ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹിന്ദിയിൽ സംസാരിക്കുന്നത്. ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാൻ പാടില്ലായിട്ടല്ല, ഷീ സ്പീക്സ് ഗുഡ് ഇംഗ്ലീഷ്. അവർ നമ്മളെയൊക്കെ എത്രയോ അറിവുള്ള സ്ത്രീയാണെന്നറിയാം. ഹിന്ദിയിൽ സംസാരിച്ച് അവർക്ക് വലിയ താല്പര്യമാണ് നമ്മളോട് സംസാരിക്കാനായിട്ട്. CPR BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അത് മാത്രമല്ല 98-ലും 99-ലും CPRൻ്റെ ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ ഞാൻ കവർ ചെയ്തിരുന്നു കോയമ്പത്തൂരിൽ നിന്ന്. അന്ന് തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. പിന്നെ എവിടെ വെച്ച് കണ്ടാലും പേരെടുത്ത് വിളിച്ച് വർത്താനം പറയും. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടു, ഞാൻ കൊണ്ടുവിടാം അവിടെ. ആദ്യം പറഞ്ഞ് ഞാൻ തിരുപ്പൂർ ടവേഴ്സിൽ താമസിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒന്നും പണ്ട് എൻ്റെ വീട്ടിൽ താമസിക്കാം, ഞാൻ പിടിച്ചോണ്ട്. ഞാൻ പറഞ്ഞില്ല സാർ, ഞാൻ വരണില്ല. പിന്നെ എൻ്റെ അടുത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യ ലൈവിൽ CPRനെ നമ്മൾ നമുക്ക് കൊണ്ടുവരാമായിരുന്നു. പിന്നെ അത് മാത്രമല്ല, CPRനോട് വിശ്വാസമുണ്ട്. ഞാൻ CPR സംസാരിക്കുന്നതൊക്കെ ഞാൻ പത്രത്തിലായിരുന്നപ്പോഴും TV-യിലായിരുന്നപ്പോഴും അതേ രീതിയിലേ ഞാൻ കൊടുക്കുള്ളൂ, വളച്ചൊടിക്കാതെ ഞാൻ കൊടുക്കുക. ഈ ന്യൂസ് ഇന്റർപ്രറ്റ് ചെയ്യേണ്ട നമ്മുടെ ചുമതലയല്ലല്ലോ, റിപ്പോർട്ടിങ് ഞാൻ നമ്മൾ എഡിറ്റോറിയൽ എഴുതുമ്പോൾ ഇന്റർപ്രറ്റ് ചെയ്യാം. അതെ, ഞാൻ ഒരിക്കലും അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവരെ ഈ പറഞ്ഞ പോലെ കൊടുക്കുക. ഈ വൈസ് പ്രസിഡന്റ് ആവണതിന് തൊട്ട് മുമ്പ്
ഈവൻ മഹാരാഷ്ട്ര ഗവർണർ ആയിരുന്നപ്പോൾ കൂടി അദ്ദേഹം എൻ്റെ റിപ്പോർട്ട് കണ്ടിട്ട് എനിക്ക് ഫോണിൽ മെസ്സേജ് അയക്കുമായിരുന്നു. ഇന്നത്തെ ന്യൂസ് കുഴപ്പമില്ല, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ ഒരു പ്രശ്നം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ചിന് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തത് CPR ആണ്. അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ആ പേര് വെച്ചിട്ട് തന്നെ എഴുതിയിരുന്നു. അപ്പം അങ്ങനെ ഇതായിട്ട് വന്ന് ഡെക്കാൻ ക്രോണിക്കിളിൽ വന്നു, ഏഷ്യാനെറ്റിലും ഭയങ്കര ഈ എനിക്ക് ഫൈറ്റ് ചെയ്യാൻ തീരെ താല്പര്യമില്ല, അവിടെ നിന്ന് രാജിവെച്ചു. അങ്ങനെ വന്ന് ഡെക്കാൻ ക്രോണിക്കിളിൽ വന്നു. ഡെക്കാൻ ക്രോണിക്കിളിൽ വന്നപ്പോൾ ഒരു എഡിറ്ററുണ്ട്, ജയന്തി എന്ന് പറഞ്ഞാൽ. ആയ്മയ്ക്ക് എൻ്റെ പണ്ട് തൊട്ട് എന്നെ കാണണം, അന്നോട്ട് കലിയാം. അവരിങ്ങനെ ഒരു ചാൻസ് നോക്കിയിരിക്കായിരുന്നു പിരിച്ചുവിടാൻ. പക്ഷേ ഞാൻ 2011 ഡെക്കാൻ ക്രോണിക്കിളിൽ ജോയിൻ ചെയ്തു. 2005 ഡെക്കാൻ ക്രോണിക്കിളിൽ ജോയിൻ ചെയ്തു. 2011 ഒരു ദിവസം അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നത്തെ റിപ്പോർട്ടിൻ്റെ പ്രശ്നമുണ്ട്, അതായത് ഞാൻ ഒന്നും മിണ്ടിയില്ല. ഇങ്ങനെയാണ് പറ്റില്ല, ഞാൻ നിങ്ങൾക്ക് 3 മാസം സമയം തരാം, നിങ്ങൾ 3 മാസത്തിനുള്ളിലേക്ക് എവിടെയെങ്കിലും ഒരു പുതിയ ജോലി കണ്ടുപിടിച്ച് പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു 3 മാസമൊന്നും വേണ്ട, ഞാൻ ഇപ്പം തന്നെ പൊക്കോളാം, നോ ഇഷ്യൂ സെറ്റാൾ, ഐ ആം ഓൺ മൈ വേ ഔട്ട്, ഞാൻ അതേ പോവുക, താങ്ക് യു വെരി മച്ച് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നു. രാത്രി ആയപ്പോൾ എനിക്ക് ആദിത്യ സിൻഹയുടെ മെസ്സേജ് വന്നു. ആദിത്യ സിൻഹ അന്ന് DNA എഡിറ്ററായിരുന്നു. അയാൾ പറഞ്ഞു, വെൽക്കം ടു DNA, യു വിൽ ബി ദി ബ്യൂറോ ചീഫ് ഫോർ DNA ഇൻ മദ്രാസ്. പിറ്റേ ദിവസം ഞാൻ DNA ജോയിൻ ചെയ്തപ്പോഴാണ്. അപ്പോഴത്തേക്കാണ് സുബ്രഹ്മണ്യ സ്വാമിയായിട്ട് ബന്ധപ്പെട്ട കേസുകളൊക്കെ വന്നു. ഞാൻ പറഞ്ഞില്ലേ, സുബ്രഹ്മണ്യ സ്വാമി ഹാർവേഡിൽ നിന്ന് എനിക്ക് ഒരു ലെറ്റർ അയച്ചു, ആദിത്യ സിൻഹയ്ക്ക് കൊടുക്കാൻ മെയിൽ കൊടുത്തു, ഞാൻ അയച്ച് കൊടുത്തു, അത് പബ്ലിഷ് ചെയ്ത് അതൊരു വലിയ വിവാദമായി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സംബഡി വാണ്ടഡ് മീ ഔട്ട് ഓഫ് DNA പോന്നു. അന്ന് രാത്രി എനിക്ക് നമ്മുടെ ചന്ദൻ മിത്ര എന്നെ വിളിച്ചു, വി ഷുഡ് ഹാവ് യു ആസ് അവർ മദ്രാസ് ബ്യൂറോ ചീഫ്. ചന്ദൻ മിത്രയിൽ കൂടെ ജോയിൻ ചെയ്തു. ദെൻ 2025 വരെ ജോയിൻ ചെയ്തു. പണി അറിയാവുന്നവന് പണി കിട്ടാൻ ഒരു പാടുമില്ല. ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, സ്വസ്ഥം ഗ്രഹഭരണം, കാലിൽ രണ്ടിലും നീരം നടക്കാൻ പോയി. അതൊരു പ്രശ്നം. ജീവിക്കാൻ മറന്നുപോയി സുനിൽ ജാനകി, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ പലരും എൻ്റെ അടുത്ത് ചോദിക്കും, എൻ്റെ 2 മക്കൾക്കും പത്രക്കാരനാവണം എന്ന് വലിയ ആഗ്രഹം. ഞാൻ പറഞ്ഞു, വേറെ ഏത് പണിക്ക് പോയാലും പത്രക്കാരനോ പത്രക്കാരിയോ ആവരുത് നിങ്ങൾ, ദയവ് ചെയ്ത്. അല്ല സിവിൽ സർവീസോ പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതി LD ക്ലർക്ക് എന്തെങ്കിലും ആവാൻ നോക്ക്, കുറേ കൂടി ജോബ് സെക്യൂരിറ്റി ഉണ്ട്. പത്രക്കാരായിട്ട് കോടീശ്വരന്മാരായ ആളുകളുണ്ട്, അത് നമുക്ക് പറ്റൂല. ഒരു ഒരു പ്രസ് റിലീസ് അവിടെ ഇവിടെയും കുറച്ച് മാറ്റം വരുത്തി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 5000 രൂപ ഏറ്റവും ചുരുങ്ങിയത് കിട്ടുമായിരുന്നു. ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടില്ല അത്. വിവിധ ആൾക്കാരുണ്ട്, തരുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല. 5000 രൂപ അന്ന് അതെ. അപ്പം ദാറ്റ് ഇസ് ഇറ്റ്. അങ്ങനെ ഒന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഡെക്കാൻ പയനിയറിൽ ജോലി കഴിഞ്ഞ ഉടനെ, അതിന് മുമ്പ് ഞാൻ LLBക്ക് ചേർന്നു, തൃശ്ശൂർ ഗവൺമെൻറ് ലോ കോളേജിൽ LLBയും പാസ്സായി. ഇപ്പം പെരുമ്പാവൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യേണ്ട എന്നാണ് വൈപ്പ്. അതിനിടയ്ക്ക് നമ്മൾ ഇവിടെ ഒരു പ്രാക്ടീസ് കൊണ്ടുവരും. ഏതായാലും ഇതൊരു ആളുകൾക്ക്, സാറിനെ കേരളത്തിലെ വായനക്കാർക്കും പ്രേക്ഷകർക്കും അങ്ങനെ പരിചയമില്ലാത്തത് കൊണ്ടാണ് ആരാണ് ഈ കുമാർ ചെല്ലപ്പൻ സാർ എന്നുള്ള ചോദ്യം, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഇതിനും കേട്ടിട്ടില്ലല്ലോ. ഇത്ര കാലം എവിടെയായിരുന്നു മുത്തേ എന്നൊക്കെ ചോദിച്ച് കമൻറ്റുകൾ വരുന്നുണ്ട് സാർ. ഞാൻ വളരെയധികം വളരെ ഐ വാസ് വെരി ലോ പ്രൊഫൈൽ പേഴ്സൺ. ഞാൻ അങ്ങനെയല്ല, ഇപ്പം അത്യാവശ്യം ആളുകൾക്കൊക്കെ അറിയാം. സാറിനെ ഒരുപാട് പേര് തിരിച്ചറിയുന്നുണ്ട്, മുഖം കണ്ടാൽ അറിയാം. സാർ അങ്ങനെ പുറത്തിറങ്ങി നടക്കാത്തത് കൊണ്ടാണ്. അല്ല സുനിൽ, എനിക്ക് ഇനിയിപ്പോൾ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഈ യാഥാർത്ഥ്യം, നമ്മുടെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ, നമ്മുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ, ഇത് ജനങ്ങൾ അറിഞ്ഞിരിക്കണം. അവരടുത്ത തലമുറയ്ക്കെങ്കിലും അത് പറഞ്ഞു കൊടുക്കണം. സാർ അത് ഇന്ത്യ ലെവൽ പറയൂ. ഞാൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ പറയുന്നുണ്ട്. വയസ്സായതിന്റെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കുമാർ ചെല്ലപ്പൻ സാറിന് വയസ്സായിരുന്നു? അപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇത് മുഴുവൻ ചെയ്യണം, നമുക്ക് സാറിന് പറയാനുള്ളതെല്ലാം പറയണം. ഇന്ത്യ ലൈവിലൂടെ കുമാർ ചെല്ലപ്പൻ സാറിനെ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. നമ്മൾ ഈ വർത്തമാനങ്ങൾ തുടരും. ഇടയ്ക്ക് നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആരാണ് കുമാർ ചെല്ലപ്പൻ എന്നുള്ള ഈ എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇന്ന് തന്നെ ചെയ്യണേ.